നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസം 5 രാശികൾക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നതാണ്. ഇത് ഡിസംബർ 5 രാത്രി 10:15 PM മുതൽ ഡിസംബർ 7 രാത്രി 10:38 PM വരെയാണ് ഈ 5 രാശികൾക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അത് ഏറ്റക്കുറച്ചിലുകളുണ്ട് എങ്കിലും ഏതാണ്ട് 5 രാശിക്കാർക്കും ഗജകേസരി യോഗവുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളാണ്. അതായത് ചന്ദ്രനും വ്യാഴവും ഏറ്റവും അനുകൂലമായിട്ട് ഇവർക്ക് വരുന്നു. ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സർവ്വ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന ഒരു യോഗമാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് കുറച്ച് കാലമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. വ്യാഴം പ്രതികൂലമായിരുന്നു. അതിപ്പോൾ 5 തീയതി വൈകിട്ട് 5:26 PM വ്യാഴം ഇവരുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്ക് മാറുന്നു. അതോടൊപ്പം ചന്ദ്രനും അവിടെ വരുന്നു. ഡിസംബർ 5 രാത്രി 10:15 PM മുതൽ. അപ്പോൾ ഡിസംബർ 5 രാത്രി 10:15 PM മുതലാണ് ഈ ഗജകേസരി യോഗം ഇവർക്ക് അനുഭവത്തിൽ വരുന്നത്. അതായത് ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും പൊതുരംഗത്ത് അംഗീകരിക്കപ്പെടും, ജനങ്ങളുടെ അംഗീകാരം നേടും. പിന്നെ തീർച്ചയായിട്ടും സർവ്വ സൗഭാഗ്യങ്ങളും വരികയാണ്. പതിവിൽ കവിഞ്ഞ ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടും ജനങ്ങളുടെ പൊതുജനങ്ങളുടെ അംഗീകാരം. അതായത് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. അപ്പോൾ ഇവിടെ മകം, പൂരം, ഉത്രം, ആദ്യപാദം അവർക്ക് ഞങ്ങൾ പ്രധാനമായിട്ട് ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് തന്നെയാണ് ഈ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 9ാം ഭാവത്തിന് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴവും ചന്ദ്രനും കൂടി ഒരുമിക്കുന്നത്. അപ്പോൾ അവർക്കും ഇത് ബാധകമാണ്, അനുഭവവേദ്യമാവും. അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 9ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് സർവ്വവിധ സൗഭാഗ്യം, ദൈവാധീനം കൂടും. പിന്നെ നേരത്തെ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് 7ാം ഭാവത്തിലാണ് ഈ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. കൂടാതെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അതിനെയൊക്കെ അനുകൂലമായിട്ട് ബാധിക്കും. അതായത് ഇപ്പോൾ ദാമ്പത്യ ജീവിതം മാത്രമല്ല, പ്രേമബന്ധങ്ങൾ, അതുപോലെ തന്നെ പുതുതായിട്ട് വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന യുവതി യുവാക്കൾക്ക് പെട്ടെന്ന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് 5ാം ഭാവത്തിലേക്ക് തന്നെയാണ് വ്യാഴം മാറി ചന്ദ്രനുമായിട്ട് യോഗം ചെയ്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് 5ാം ഭാവത്തിൽ പ്രധാനമായിട്ടും പ്രണയബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം, അവർക്ക് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട, ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അത് അനുഭവവേദ്യമാവും. പ്രണയബന്ധങ്ങൾ മാത്രമല്ല, വ്യാപാര ബന്ധം, പിന്നെ
തൊഴിൽപരമായിട്ട് ബന്ധപ്പെടുന്ന അന്യോന്യം സഹകരിക്കേണ്ട ആൾക്കാരുമായിട്ട്, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ്, അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നും സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും എല്ലാവിധ സൗഹൃദങ്ങളും സഹായങ്ങളും വന്നെത്തിച്ചേരും. അത് ഇവിടെ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെയാണ്. അത് കുംഭം രാശിക്ക്. ഓക്കെ. കൂടാതെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 2ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത്. ചന്ദ്രനും വ്യാഴവും കൂടി 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ധനവരവ് അമിതമായിട്ട് വരാനുള്ള സാധ്യത. എങ്കിലും ഇവർക്ക് ചൊവ്വ 7-ാം തീയതി രാത്രി മാറുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കല്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഗജകേസരി യോഗത്തിൻ്റെ അത്യധികം ഗുണാധിക്യമുള്ള ഒരു അനുഭവങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും. കൂടാതെ ഗജകേസരി യോഗം തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കൂടുതൽ പൊലിമ ഉണ്ടാവുന്നതാണ്. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.